ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലെ കിടില ഒരു പ്ലേസിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരുകൻ കോവിലാണ്, തോരണമല എന്ന് പറയും. തോരണമലയിലോട്ടുള്ള യാത്രയിലാണ്. അവിടെ ഏറ്റവും കൂടുതൽ മുരുകൻ കോവിലുള്ള നമ്മുടെ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ തിരുമലൈക്കോവിൽ, തോരണമല, അങ്ങനെ കുറേ കോവിലുകളുണ്ട്. ഇതും ഒരു 1600 പടിയുള്ള ഒരു അമ്പലമാണ് തോരണമല. ഏകദേശം 1000-ന് പുറത്ത് പടിയുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ തിരുമലൈക്കോവിലും നല്ല പടിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടെ അമ്പലത്തിൽ ഏകദേശം വണ്ടി എത്തും. എവിടെ? തിരുമലൈക്കോവിലിൽ. തോരണമലയിലെ അടിവാരത്ത് വരെ വണ്ടി എത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ ഏകദേശം എത്തിയിരിക്കുന്നത് ഗവൺമെൻറ് ഡിപ്പോ, തടി ഡിപ്പോയുടെ അടുത്താണ്. ഇവിടെയാണ് ഗവൺമെൻറ് തടി ഡിപ്പോ. ഇവിടുന്ന് നമ്മൾ ഏകദേശം മുന്നോട്ട് പോകുന്നത് നമ്മുടെ കണ്ട്രപാലം ആ സൈഡിലോട്ടാണ്. ഇത് ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് വണ്ടി കുറവാണ്. പക്ഷേ നല്ല വെയിലായിരുന്നു. ഞങ്ങളതുകൊണ്ടൊക്കെയാണ് ലേറ്റായി പോയത് ഇറങ്ങാൻ. കുറച്ച് രാവിലെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഈ ഒരു സ്ഥലത്ത് എത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തമിഴ്നാട്ടിലെ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ റോഡിൽ വണ്ടി കുറവാണ് ഉച്ച സമയം ആയതുകൊണ്ട്. ഇതാണ് കണ്ടറപ്പാലം. ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞ കണ്ടറപ്പാലമാണിത്. ഇത് ബ്രോഡ് ഗേജ് പാതയ്ക്ക് വേണ്ടി കുറച്ച് ഡെവലപ്പ് ചെയ്തായിരുന്നു. ബ്രോഡ് ഗേജ് മീറ്റർ ഗേജ് സമയത്ത് ബ്രിട്ടീഷുകാർ പണിഞ്ഞ അതേ രീതിയിലായിരുന്നു ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം ബ്രോഡ് ഗേജ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് വീതി കൂട്ടിയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. കിടിലമാണ്. ഇതിൻ്റെ മുകളിൽ കയറാൻ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ കയറുമ്പോൾ സൂക്ഷിക്കുക, അപകടം പറ്റാനൊക്കെ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ തുടർന്ന് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ആര്യങ്കാവിലോട്ടാണ്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് സൈഡിലോട്ടാണ് യാത്ര. ഇപ്പോൾ ഒട്ടും വണ്ടിയില്ല ഈ റൂട്ടിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയം ആയതുകൊണ്ടും പിന്നെ വെയിലും ചൂടും അല്ലേ കേരളത്തിലിപ്പോൾ. ഇപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇവിടെയാണ് പാലരുവി വെള്ളച്ചാട്ടമാണിത്. പാലരുവി വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഒരു RTO ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതാണ് RTO ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ആര്യങ്കാവ് അമ്പലത്തിൽ ഇപ്പോൾ നല്ല തിരക്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ സീസണല്ലേ. മകരവിളക്ക് കഴിയുന്നവർ അവിടെ നല്ല തിരക്കാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എപ്പോഴും അയ്യപ്പന്മാരാണ്. കണ്ടില്ലേ? ഇതാണ് പിന്നെ ആര്യങ്കാവ് അമ്പലത്തിൻ്റെ മുൻവശം. ഇവിടെ കഞ്ഞിസദ്യയൊക്കെ ഉണ്ട്. അയ്യപ്പന്മാരുടെ ഒരു ബഹളം തന്നെയാണ് ഇവിടെ. കണ്ടില്ലേ? റോഡ് സൈഡിലൊക്കെ വണ്ടി ഇഷ്ടം പോലെ കണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇതുവഴിയാണ് എളുപ്പം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലൊക്കെ കയറിയിട്ടാണ് അവർ ആ മലയ്ക്ക് പോകുന്നതും തിരിച്ചു വരുമ്പോഴും ഇവിടെ നിർത്തിയിട്ടാണ് വരുന്നത്. കണ്ടില്ലേ? അവിടെ ഒരു മല കണ്ടോ? അതാണ് ആര്യങ്കാവ് ചുരം എന്നൊക്കെ പറയും, കേട്ടിട്ടില്ലേ? ആ ഒരു ചുരമൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വളവും തിരിവും എല്ലാം. വണ്ടിക്കാർക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര പാടാണ് ഇതുവഴിയൊക്കെ പോകാൻ. ആ സൈഡിൽ ഭയങ്കര കുഴികളൊക്കെ ഉണ്ട്. രാത്രിയിലൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ അധികം സൈഡ് ചേർന്ന് വരാതിരിക്കുക. അവിടെ വലിയ അപകടം പിടിച്ച കുറേ കുഴികളൊക്കെ ഉണ്ട്. കാറുകാരും ബൈക്കുകാരൊക്കെ സൂക്ഷിക്കുക. കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രാത്രിയിൽ അറിയാൻ പറ്റില്ല. ഈ ഒരു ഇറങ്ങി ചെല്ലുന്നതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെയൊക്കെ ലോഡും പുറത്ത് വണ്ടി വരികയാണെങ്കിൽ ഒട്ടും പറ്റില്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കയറി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ കൂടിയാണ്. ഓവർടേക്കിംഗ് പാടില്ലാത്തൊരു സ്ഥലം കൂടിയാണ്. കണ്ടില്ലേ? ഒറ്റ ലൈനാണ് കിടക്കുന്നത്. ഇവിടുന്ന് 2-3 കളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെങ്കോട്ട റോഡിലെത്തി. ചെങ്കോട്ട ആ ഒരു ഭാഗത്തെത്തി. ചെങ്കോട്ട പോകുന്ന ആ റോഡിൽ കണ്ടില്ലേ? ഇവിടെ എല്ലാം പാർക്കിംഗ് ചെയ്തിട്ടേക്കാണ്. കണ്ട് തമിഴ് വണ്ടികളൊക്കെ. ഇവിടെ കുറച്ച് ഒരു 100 മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ വളവൊക്കെ ഉണ്ടല്ലോ. അവിടെ ആ വളവ് ഏറ്റവും കൂടുതൽ വണ്ടികൾ വന്ന് ബ്ലോക്കായി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വളവ് എന്ന് പറയുന്നത്. ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിൽ എപ്പോഴും അവിടെ ബ്ലോക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോഡാണ് ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി എത്ര ടൺ ലോഡാണെന്ന് അറിയാമോ ഈ റോഡിൽ പോകുന്നത്? അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ തിരിയാനും ഒക്കെ വരാനൊക്കെ ഭയങ്കര പാടാണ്.
ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചെങ്കോട്ടയിലാണ്. ചെങ്കോട്ട സിറ്റിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഏകദേശം 20 കിലോമീറ്ററാണ് ഈ ടെമ്പിളിലേക്കുള്ള ദൂരം. അത്യാവശ്യം രാവിലെ ഒക്കെ പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കുറവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. രാവിലെ തിരക്കുറവാണ്. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഇവിടങ്ങളിലുള്ള ആ ഒരു കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമാണ്. ഉച്ച സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം രാവിലെ വരാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തിരുമലക്കോവിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ കോവിലൊക്കെ വന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് കണ്ടില്ല, അങ്ങോട്ടൊക്കെ നല്ല വ്യൂസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം മലകളും. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ റോഡിൽ പാസ് ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ്. ഏകദേശം ഒരു 3 മണി സമയം ആവാറായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് പാസ് ചെയ്യുന്ന ഒരു 3 മണി സമയത്താണ്. സൂപ്പറാണ് ഈ ഒരു ഏരിയ. ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കട്ടറൊക്കെ ഉണ്ട്. ഇതുവഴി പോകുന്നവർ അത്യാവശ്യം ശ്രദ്ധിച്ചൊക്കെ പോവുക, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ. റോഡിൻ്റെ ഘടന തന്നെ ഇവിടെ അധികം എന്താ പറയുക, നല്ല കട്ടിക്കാനിട്ട് കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് സ്ലിപ്പ് ആവാതിരിക്കാനുള്ള രീതിയിലാണ് ഇവിടെ ടാറിങ് ചെയ്തിരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ടാറിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. വണ്ടിക്കാർക്ക് എന്ന് പറഞ്ഞാൽ സ്ലിപ്പായിട്ട് പോയി മറിയുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അത് ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അവർ ആ റോഡിൻ്റെ നടുക്കെല്ലാം ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട് റോഡിൽ. അതുകൊണ്ട് ഇവിടെ എല്ലാം വസ്തുക്കൾ കൊടുക്കാനുണ്ട്. ഈ പോർട്ട് ഓരോ പ്ലോട്ടായിട്ട് തിരിച്ചിട്ടൊക്കെയാണ്. കണ്ടില്ലേ, അതാണ് നമ്മുടെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ആ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. തമിഴ്നാട്ടിൻ്റെ ഒരു കുഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സൈഡിൽ കണ്ടില്ലേ, ഫുള്ള് മലകളും കുന്നുകളും എല്ലാം വളരെ അതിൻ്റെ കീഴിൽ തന്നെ ആ സൈഡിൽ തന്നെ കുറേ താമസവും അവിടെ താമസ സൗകര്യം, അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് പനയിൽ നിന്നുള്ള ഞൊങ്ങ്. ഇത് വയറിന് നല്ല സൂപ്പർ സുഖമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. കുടലിൻ്റെ അസുഖമുള്ളവർക്കും ഇത് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ഒരു കരിക്കുണ്ട്, പനങ്കരിക്ക്, അതും സൂപ്പറാണ്. 100 രൂപയാണ് ഇതിൻ്റെ വില. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഇതിൻ്റെ സീസണൊക്കെയാണെന്ന് തോന്നുന്നത്. റോഡിലെല്ലാം ഇതിൻ്റെ ഒരു വിൽപ്പനയൊക്കെ ഉണ്ട്. നല്ലത് നോക്കി മേടിക്കുക. തമിഴ്നാടിൻ്റെ ഗ്രാമത്തിലൂടെ നമ്മൾ നല്ല രീതിയിൽ ഓടി കുറച്ച് വഴിയും തെറ്റി നമ്മളിപ്പോൾ തോർണമലയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ്. നല്ല കുഗ്രാമമാണ്. മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു തോർണമലയിലേക്ക്. റോഡിൻ്റെ കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ റോഡ് വളരെ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ പക്ക തമിഴ്നാട് ഗ്രാമം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ നേരെ തെങ്കാശി പിടിക്കുക. ചെങ്കോട്ടയിൽ നിന്ന് വലത്തോട്ട് കുറച്ച് ദൂരമേ ഉള്ളെന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല ദൂരം ഓടിയിട്ടുണ്ട് വണ്ടി. ഏറ്റവും മണ്ടയിലാണ് നമുക്ക് ചെയ്തത്. നല്ല സമയമെടുത്ത് വേണം മേലെയല്ലേ. പക്ഷേ മേലെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ ഇടപാട് തീരും. മറ്റേ എനിക്കിറങ്ങുമ്പോൾ സമയമുണ്ട്. അതിനെ പറയാനൊന്നും നടക്കും. കയറ്റി വിടുമോയെന്നറിയില്ല. എന്തായാലും അതിൻ്റെ കീഴേ വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് ഏകദേശം ഒരു 5 മണിയായി കാണും അല്ലേ.
ഇന്നലെ അതില്ലേ. ഒരു നിരാശ പറ്റിപ്പോയി. അപ്പോൾ സംഭവം 3 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും. 3 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങുകയാണ് ആൾക്കാർ. അവിടെ നിന്ന് കയറ്റിവിടില്ല. ഇപ്പോൾ ആളെ കയറ്റിവിടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് അകത്തോട്ടാണ് പോകേണ്ടത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 1 മണിക്കാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ 5 മണിയായി. നമ്മളറിയുന്നില്ല ഇവിടെ ഇങ്ങനെയുള്ള ടൈമൊക്കെ ഉണ്ടെന്ന് അറിയുന്നില്ല. ഒരു ചായക്കടയൊക്കെ ഉണ്ട്. നമ്മൾ കയറിയിട്ട് തിരിച്ചിറങ്ങി. ഈ ടൈമിൽ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ പാടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇവിടെ താഴെ ഇതിൻ്റെ മലയുടെ അടിവാരത്തിലെത്തി. അവിടെ കണ്ട മയിൽ ഇരിക്കുന്നുണ്ടല്ലേ, കണ്ടോ?